Hi dear students, welcome to Tools Academy. അപ്പോൾ നമ്മൾ കണ്ട ക്ലാസ് കീ വേർഡ്സ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സും അതേപോലെ നമ്മുടെ ഫൊണോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇടുന്ന ഒരു MCQ ഡിസ്കഷൻ വീഡിയോ ആണ് ഇത്. അപ്പോൾ നമുക്ക് ക്ലാസ്സസ് കണ്ടു കഴിയുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് കുറച്ച് ഐഡിയാസ് നമ്മുടെ മൈൻഡിലേക്ക് ഗ്രാസ്പ് ആവൂലേ. ഈ കയറിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പക്കയാണോ, പെർഫെക്റ്റ് ആണോ, നമുക്കെല്ലാം മനസ്സിലായിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് മാക്സിമം MCQ സോൾവിങ്. അപ്പോൾ നമ്മുടെ കോച്ചിങ്ങിൽ നമ്മളെപ്പോഴും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും MCQs എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കുറച്ച് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുമായിട്ട് നിങ്ങൾ കണ്ട ഈ ക്ലാസ്സുമായി കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് MCQs നമുക്ക് നോക്കാം. ഇത് ലാസ്റ്റ് ടൈം HSCക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ദ ഫൈനൽ സൗണ്ട് ഓഫ് laugh ആൻഡ് കഫ് ആൻഡ് ദ ഇനിഷ്യൽ സൗണ്ട് ഓഫ് ഫുട്ടു are examples of labiodentals. Labiodental എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലിപ്പിന്റെയും ഡെന്റലിന്റെയും കോമ്പിനേഷൻ ആണ്. ഇപ്പൊ ലാഫ് കഫ് ഫോട്ടോ എല്ലാത്തിന്റെയും രണ്ടെണ്ണത്തിന്റെ ലാഫിന്റെയും കഫിന്റെയും ഫൈനൽ സൗണ്ടും ഫോട്ടോയുടെ ഇനിഷ്യൽ സൗണ്ട് എന്ന് പറയുന്നത് ലേബിയോഡെന്റലിന് എക്സാമ്പിൾ ആണ്. ഇത് ലാസ്റ്റ് ടൈം HSCക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മറ്റു കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ സ്റ്റഡി ഓഫ് സൗണ്ട്സ് ഓഫ് ഹ്യൂമൻ സ്പീച്ച് കോൾഡ്? ഹ്യൂമൻ സ്പീച്ചിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചിന് പറയുന്ന പേരാണ് ഫൊണറ്റിക്സ്. എപ്പോഴും നമ്മൾ ഫൊണറ്റിക്സിന് നമ്മൾ ഫൊണോളജി ഇതൊക്കെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ നോക്കിയാൽ മതി. സൗണ്ട് സ്റ്റഡീസ് ആയിരിക്കും ഫൊണറ്റിക്സും ഫൊണോളജി എന്നൊക്കെ പറയുന്നത്. കാരണം നമ്മൾ ഓവർ ത്രൂ നമ്മൾ ഫോണിലൂടെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം വോയിസ് കേൾക്കാണ്. അപ്പോൾ ഈ ഒരു സൗണ്ട്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ സ്പീച്ച് സൗണ്ട്സിന്റെ സ്റ്റഡിയാണ് ഫൊണറ്റിക്സ് എന്ന് പറയുന്നത്. ഫൊണറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിംഗ്വിസ്റ്റിക്സിന്റെ ഒരു ബ്രാഞ്ച് ആണ് ദാറ്റ് ഫോക്കസ് ഓൺ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സ്പീച്ച് സൗണ്ട്സ്. ഫൊണീംസിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഫൊണറ്റിക്സ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് സൗണ്ട്സ് പെർസീവ് ചെയ്യുന്നത്, അതുപോലെ സൗണ്ട്സിന്റെ ഡിഫറൻസുകൾ. ഇപ്പൊ സ്പിൻ രണ്ടിലും എന്നുള്ളത് തന്നെയാണെങ്കിൽ പോലും രണ്ടിലും ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ സൗണ്ട്സിന്റെ ഫുൾ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഫൊണറ്റിക്സ് ആണ്. നെക്സ്റ്റ്, which term refers to the smallest unit of meaning in a language? ശ്രദ്ധിക്കണം, smallest unit of a language അല്ല, smallest meaning in a language. ഫൊണീം, മോർഫീം, സിൻടാക്സ്, ഗ്രഫീം. മോർഫീം ആണ്. അതായത് ഒരു സെന്റൻസിലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഗ്രാമാറ്റിക്കൽ യൂണിറ്റ്, മീനിങ് ഫുൾ ആയിട്ടുള്ള ഗ്രാമാറ്റിക്കൽ യൂണിറ്റിനെ പറയുന്ന പേരാണ് മോർഫീം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ കൊടുത്തിട്ടുള്ളൊരു വേർഡ് എക്സാമ്പിൾ ആണ് അൺഹാപ്പിനെസ്. അതിനകത്ത് 3 മോർഫീംസ് ഉണ്ട്. നമ്മൾ IC അനാലിസിസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു മീനിങ് ഫുൾ ബ്രേക്ക് ഡൗൺ ആണ് നമ്മൾ ICയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അൺഹാപ്പിനെസ് നമുക്കൊന്ന് ബ്രേക്ക് ചെയ്ത് നോക്കാം. അൺ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് ഉണ്ടോ? ഉണ്ട്, അതൊരു പ്രിഫിക്സ് ആണ്. നോട്ട് എന്ന് പറയാം, അൺഹാപ്പി, അൺഓർഗനൈസ്ഡ്, അങ്ങനെ നമ്മൾ അൺഐഡന്റിഫൈഡ്. ചേർക്കുന്നത് എപ്പോഴും നോട്ട് എന്ന് പറയുന്ന മീനിങ് ആയിട്ടാണ്. അപ്പൊ അതിനൊരു മീനിങ് ഉണ്ട്. ദെൻ ഇറ്റ് ഹാസ് എ റൂട്ട് വേർഡ് ഹാപ്പി. അതിലേക്കാണ് നെസ് എന്ന് പറയുന്ന സഫിക്സ് ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഹാപ്പി എന്ന് പറയുന്നത് റൂട്ട് വേർഡ് ആണ് ആൻഡ് ദ മീനിങ് ഇസ് ജോയ്ഫുൾ. നെസ് എന്ന് പറയുന്നത് സഫിക്സ് ആണ്, നമ്മളൊരു വേർഡിന്റെ ബാക്കിൽ ആഡ് ചെയ്യുന്നതാണ് സഫിക്സ് എന്ന് പറയുന്നത്. മീനിങ് ഉണ്ട് സ്റ്റേറ്റ് ഓഫ് ബീങ്. അപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന മീനിങ് ഫുൾ ഉള്ള ഒരു വേർഡിനെയാണ് നമ്മൾ മോർഫീംസ് എന്ന് പറയുന്നത്. അപ്പൊ മോർഫീംസ് എന്ന് പറയുന്നത് സ്റ്റാൻഡ് അലോൺ മോർഫീംസ് അല്ലെങ്കിൽ ഫ്രീ മോർഫീംസ് ഉണ്ട്. മറ്റ് ഇതിനോട് അറ്റാച്ച് ചെയ്യുമ്പോൾ അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആവുന്ന മോർഫീംസിന് നമ്മൾ ബൗണ്ട് മോർഫീംസ് എന്നും പറയുന്നതായിരിക്കും. വാട്ട് ഈസ് ദ സ്റ്റഡി ഓഫ് എ മീനിങ് ഇൻ ലാംഗ്വേജ് കോൾഡ്? ലാംഗ്വേജിലെ മീനിങ്സിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ച് ഏതാണ്? സെമാന്റിക്സ് ആണ്. സെമാന്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ദ സ്റ്റഡീസ് ദ മീനിങ് ഓഫ് വേർഡ്സ്, ഫ്രേസ്, സെന്റൻസ്, ടെക്സ്റ്റ്. ഇതെല്ലാം അതിന്റെ ലിറ്ററൽ മീനിങ്സും അതിന്റെ ആ എൻറ്റയർ മീനിങ് പഠിക്കുന്ന ബ്രാഞ്ചാണ് സെമാന്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ലിറ്ററൽ മീനിങ്സ് ആയിക്കോട്ടെ, സർഫസ് ലെവൽ മീനിങ്സ്, ഡീപ്പർ ലെവൽ മീനിങ്സ്, കൊണോട്ടേഷൻ, ഡിനോട്ടേഷൻസ്, ഇങ്ങനത്തെ മീനിങ് റിലേറ്റഡ് സ്റ്റഡിയാണ് സെമാന്റിക്സിൽ വരുന്നത്. ഇത് നമ്മുടെ PSC എക്സാംസിന്റെ ഒക്കെ നമുക്ക് ഗ്രേഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ലാസ്റ്റ് ടൈം HSCയിലൊന്നും നമ്മൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. പക്ഷെ നമ്മൾ പിന്നീട് ഇപ്പോൾ ലാസ്റ്റ് HSC 2022 ആ സമയത്ത് കഴിഞ്ഞ HSC ആണ്. അപ്പോൾ ഒരു 3 year ഗ്യാപ്പ് ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ വരുന്ന മിക്ക PSC പരീക്ഷകളിലും നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ് ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. വി ക്യാൻ എക്സ്പെക്ട്
this type of questions in the coming HSC examination. അതുകൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് ആണ്, അസേർഷൻ ആണ്. സിൻടാക്സ് സ്റ്റഡീസ് ഹൗ വേർഡ്സ് കമ്പൈൻ ടു ഫോം സെന്റൻസസ്. സിൻടാക്സ് is concerned with the sound properties of a speech. നമുക്ക് സെമാൻറ്റിക്സ് എന്താ, സിൻടാക്സ് എന്താ, ഫൊണറ്റിക്സ് എന്താ, ഫൊണോളജി എന്താ, മൊഫോളജി എന്താ എന്നൊരു വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്, സിൻടാക്സ് എന്ന് പറയുന്ന കാര്യമാണ്. സിൻടാക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചാണ് എങ്ങനെയാണ് വേർഡ്സ് സെന്റൻസിലേക്ക് കമ്പൈൻ ചെയ്യുന്ന ഒരു ഫോർമേഷനെ കുറിച്ച് പഠിക്കുന്നത്. അതേപോലെ തന്നെ സിൻടാക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച് തന്നെയാണ് സൗണ്ട് പ്രോപ്പർട്ടീസുമായി കണക്ട് ചെയ്ത് നിൽക്കുന്നത്. എ ശരിയാണ്, പക്ഷെ 6 തെറ്റാണ്. സിൻടാക്സ് ഡീൽസ് വിത്ത് സ്ട്രക്ചറൽ അറേഞ്ച്മെന്റ് ഓഫ് വേർഡ്സ് ഇൻ ടു സെന്റൻസസ്, പക്ഷെ സൗണ്ട് പ്രോപ്പർട്ടീസ് അല്ല. സൗണ്ട് പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കുന്നത് ഏത് ബ്രാഞ്ചാണ്, ഫൊണോളജി അല്ലെങ്കിൽ ഫൊണറ്റിക്സ് ആണ്. അടുത്തത്, മോർഫീംസ് ആർ ദ സ്മോളസ്റ്റ് യൂണിറ്റ്സ് ഓഫ് മീനിങ് ഇൻ എ ലാംഗ്വേജ്. Morphemes includes free units like run and bound units like prefix and suffix. നമ്മൾ തൊട്ട് മുമ്പിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത കാരണം നമുക്കിത് ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ശരിയാണ്, അസേർഷനും ശരിയാണ്, റീസണും ശരിയാണ്. ഒരു ലാംഗ്വേജിലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള മീനിങ് യൂണിറ്റിനെ പറയുന്ന പേരാണ് മോർഫീംസ് എന്ന്. മോർഫീംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ മോർഫീംസും ഉണ്ട്, ബൗണ്ട് മോർഫീംസും ഉണ്ട്. ഫ്രീ മോർഫീംസിന് സ്റ്റാൻഡേർഡ് നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പം റൺ നമ്മൾ നോക്കുവാണെങ്കിൽ റൺ ഒരു ഫ്രീ മോർഫീമാണ്. റൺ എവിടെ പ്ലേസ് ചെയ്താലും റൺ ഹാസ് ഇറ്റ്സ് ഓൺ മീനിങ്. അന്ന് നമ്മൾ സഫിക്സ് ആയിട്ട് റണ്ണിങ്, ING ഫോംസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. അതൊരു ബൗണ്ട് മോർഫീംസ് ആണ്. പ്രിഫിക്സ് ആയിട്ടോ സഫിക്സ് ആയിട്ടോ നമ്മൾ ആഡ് ചെയ്യുന്ന ബൗണ്ട് മോർഫീംസ് ഉണ്ട്. അതുപോലെ സ്റ്റാൻഡേർഡ് മോർഫീംസ് ആയിട്ടുള്ള ഫ്രീ മോർഫീംസും ഉണ്ട്. സോ അസേർഷനും റീസണും ശരിയാണ്. Semantics is the study of word meaning. Semantics also deals with social context in which language is used. Semantics is the study of word meaning. നമുക്കറിയാം. എന്നാൽ semantics also deals with the social context in which language is used. തെറ്റാണ്. ഒരു ലാംഗ്വേജിന്റെ സോഷ്യൽ കോണ്ടെക്സ്റ്റിനെ കുറിച്ച് പഠിക്കുന്നത് പ്രാഗ്മാറ്റിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചാണ്. അതിന്റെ സോഷ്യൽ കോണ്ടെക്സ്റ്റുകളും ഇതിന്റെ ഇംപ്ലൈഡ് മീനിങ്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന മറ്റൊരു ബ്രാഞ്ചും കൂടിയുണ്ട്, പ്രാഗ്മാറ്റിക്സ്. സോ അസേർഷൻ ശരിയാണ്, റീസൺ അസേർഷനോട് മാച്ച് ആവുന്നില്ല. Phonology examines how sounds are systematically organized in a language. Phonology studies the physical properties of sound. അല്ല, phonology is about, first ശരിയാണ്, assertion ശരിയാണ്. Phonology is about the abstract and systematic rules governing the sounds in a language. Phonology ആണ് ആ ഒരു സിസ്റ്റമാറ്റിക് ഓർഗനൈസേഷൻ ഓഫ് സൗണ്ട്സ്, നമ്മുടെ ആർട്ടിക്കുലേഷനും അതൊക്കെ പഠിക്കുന്ന phonology ആണ്. പക്ഷേ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചിന്റെ പേരാണ് phonetics. സോ അത് തെറ്റാണ്. സോ എ ശരിയാണ്, 6 തെറ്റാണ്. Morphology studies how words are formed. Morphology investigates the rules for combining morphemes to create word. രണ്ടും ശരിയാണ്. മൊഫോളജി ആണ് വേർഡ് ഫോർമേഷനെ കുറിച്ച് പഠിക്കുന്നത്. നമ്മുടെ ഈ വേർഡ് ഫോർമേഷൻ ടെക്നിക്സ് ഇല്ലേ, ക്ലിപ്പിംഗ്, ബൗണ്ടിങ്, അതുപോലെ അങ്ങനത്തെ വേർഡ് ഫോർമേഷൻ ടെക്നിക്സ് ഒക്കെ വരുന്ന ഒരു ബ്രാഞ്ചും കൂടിയാണ് ഈ മൊഫോളജി എന്ന് പറയുന്നത്. അപ്പോൾ മൊഫോളജിയാണ് കൃത്യമായിട്ട് വേർഡ്സ് എങ്ങനെ ഫോം ചെയ്യുന്നതിൻ്റെ നിയമവശങ്ങൾ, മോർഫീംസ് എവിടെ ആഡ് ചെയ്യണം, പ്രിഫിക്സ്, സഫിക്സ്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീൽ ചെയ്യുന്നത് മൊഫോളജിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്നാലും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുമായി കണക്ട് ചെയ്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.